നമസ്കാരം. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് 50, 100, 200 ഒക്കെയാണ് വ്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ അത് എത്ര നാൾ അങ്ങനെ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും? കുറച്ച് നാളൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും എന്ന് പറഞ്ഞ് പിടിച്ചു പോകാം. പക്ഷേ ഇത് സ്ഥിരം മുന്നോട്ടിടുന്ന വീഡിയോകൾക്കെല്ലാം ഇതേ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതേ നാൾ നമ്മൾ യൂട്യൂബിൽ പിടിച്ചു നിന്ന് പോകത്തില്ല. കാരണം നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആവും, നമ്മൾ ആകെപ്പാടെ മെന്റലി വല്ലാത്തൊരു അവസ്ഥയിലെത്തും. കാരണം നമ്മൾ കഷ്ടപ്പെടുന്നു, പക്ഷേ അതിന് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയാൻ പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊന്ന് വരുത്തി നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ പറ്റിയ മിസ്റ്റേക്ക് എന്നുള്ള കാര്യം. ഓക്കെ, എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഒരു 1000 ലൈക്കാണ് ഈ വീഡിയോയ്ക്ക് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ 1000 ലൈക്കിൽ എത്തിക്കുക. ഓക്കെ, അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ, ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അവിടെയും ചോദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു 5-6 പോയിന്റ്സ്, 5-6 ഒരു 4 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം കിടന്ന് കഷ്ടപ്പെട്ട് കണ്ടിന്യൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായിരിക്കത്തില്ല. ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾ എടുത്ത് പോയി ഒരു 7 വർഷം 8 വർഷം മുമ്പൊക്കെ ഇട്ട വീഡിയോയിൽ ഞാൻ പല വീഡിയോകളിലും ഇതേപോലെ യൂട്യൂബിന്റെ ടിപ്സ് പറയുന്ന കാര്യമാണ്. മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഒരു ദിവസം നിങ്ങൾക്ക് 2 വീഡിയോ 3 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇട്ടോളാനാണ് ഞാൻ ആ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ നല്ല റീച്ച് ആയിരുന്നു, മനസ്സിലായോ? അപ്പൊ ആ സമയത്ത് റീച്ച് കിട്ടി, അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് അതേ കാര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാകത്തില്ല, മനസ്സിലായോ? ഇപ്പൊ ഞാൻ 2 വർഷം മുമ്പിട്ട് ഒരു യൂട്യൂബിന്റെ ടിപ്സിന്റെ വീഡിയോ കണ്ടിട്ട് അത് നിങ്ങൾ ഇന്ന് വർക്കൗട്ട് ആവുമെന്ന് ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു കാരണവശാലും നടക്കത്തില്ല. കാരണം സമയം ഒത്തിരി മാറിപ്പോയി. ആ യൂട്യൂബിന്റെ അൽഗോരിതം മാറി, യൂട്യൂബിന്റെ സർവ്വ സിസ്റ്റവും മാറി, സർവ്വ പോളിസീസും മാറി. എല്ലാ രീതിയിലും യൂട്യൂബ് ഓരോ വർഷം കഴിയുമ്പോൾ പുതിയതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയതാകാത്തത് ആരാണ്? യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ പുതുതാകാത്തത്. ചില ആളുകൾ കറക്റ്റായിട്ട് യൂട്യൂബിൽ വരുന്ന മാറ്റങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചസിനെ കുറിച്ച് ഓരോ ദിവസവും കറക്റ്റ് മോണിറ്റർ ചെയ്യുകയും ഈവൻ എഡിറ്റിംഗിൽ വരെ വരുന്ന മാറ്റങ്ങൾ ഓരോ ദിവസവും പല വീഡിയോകൾ കണ്ട് ആ എഡിറ്റിംഗിൽ വരെ ഇംപ്രൂവ് ചെയ്യുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്, മനസ്സിലായി? അതായത് വീഡിയോ എഡിറ്റിംഗിൽ എന്തെങ്കിലും പുതിയ എഫക്റ്റുകൾ, പുതിയ രീതിയിലുള്ള എഡിറ്റിംഗ്, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. എനിക്കറിയാവുന്ന പല യൂട്യൂബേഴ്സും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ വീഡിയോയിൽ അവർ യൂസ് ചെയ്യുന്നു. അത്രയ്ക്ക് അവർ ചെയ്യുന്ന വർക്കിനോട് ആത്മാർത്ഥതയും ആ ഒരു ചെയ്യുന്ന മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവർ അത്ര ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ നമ്മളിൽ പല ആളുകളും അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് അല്ല. നമ്മളുടെയൊക്കെ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫോളോവേഴ്സ്, കുറെ പൈസ, കുറെ ഫേമസ് ആണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് യൂട്യൂബിൽ വരുന്ന ആളുകൾ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഇന്ന് നമ്മൾ കാണുന്ന പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഫേമസ് ആയിട്ടുള്ളവരൊന്നും തന്നെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ അവർ ഈ ലെവലിൽ എത്തും, ഫേമസ് ആകുമെന്ന് പ്രതീക്ഷിച്ച് വന്നവരല്ല, മനസ്സിലായി? അതേപോലെ ആണ് നമ്മളും വരുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളും രക്ഷപ്പെടാം. അപ്പം ആദ്യം മാറ്റം വരുത്തേണ്ടത് ഈ ഒരു കാര്യത്തിലാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ട്രിഗർ ചെയ്യണം. നമ്മുടെ വീഡിയോകൾ എവിടെയെങ്കിലുമൊക്കെ ക്ലിക്ക് ആകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏത് ടൈപ്പ് വീഡിയോസ് ആണ് അവിടെ വൈറലാകുന്നത്, ഏത് ടൈപ്പ് എഡിറ്റിംഗ് ഉള്ള വീഡിയോസ് ആണ് വൈറലാകുന്നത്, എങ്ങനെയുള്ള കണ്ടന്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന കണ്ടന്റിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫസ്റ്റ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ ചാനലിൻ്റെ തന്നെ കാര്യം പറയാം. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്നാണ് ചാനലിന്റെ പേര്. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ്. മുമ്പ് തൊട്ടേ യൂട്യൂബ് ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു ചാനലിലെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ഇന്ന് 12 വർഷമോ 11 വർഷമോ കണ്ടായി. അപ്പോൾ അത്രയും പഴയ ചാനലാണ്. പക്ഷേ ഇന്നും ഞാൻ ആ ചാനലിൽ ആക്റ്റീവായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇന്നലെയും അതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആഴ്ചയിൽ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ചാനലിന്റെ പേര് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്നാണ്. ഇപ്പം ഞാൻ ആ ചാനലിൽ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന അതുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല. കാരണം അന്ന് ഞാൻ ആ ചാനൽ തുടങ്ങിയ സമയത്ത് ആ ഒരു പേരിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ടിപ്സും ട്രിക്സിനും ഒക്കെ നല്ല മാർക്കറ്റുള്ള സമയത്താണ് ആ ചാനൽ തുടങ്ങിയത്. അന്നത് വർക്കായി. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പം അതിനൊന്നും ഒരു വാല്യൂ ഇല്ലതായി. കാരണം ആളുകൾക്കെല്ലാം അറിയാം, ആളുകളെല്ലാം പഠിച്ചു, ഗൂഗിളിൽ ഇഷ്ടം പോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അത് നോക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടും. പിന്നെ നമ്മൾ ടിപ്സും ട്രിക്സും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സമയത്തിനനുസരിച്ച് എൻ്റെ ചാനലിൽ മാറ്റം പറ്റി. ഇപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്നത് എൻ്റെ ചാനൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അതിൽ ടെക് റിവ്യൂസ് ആണ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് റിവ്യൂസ് ആണ് ചെയ്യുന്നത്, അൺബോക്സിങ്ങുകളാണ് ചെയ്യുന്നത്. കാരണം അതിനാണ് മാർക്കറ്റിൽ നിന്ന് മനസ്സിലായി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ചാനലിനെ ഏത് രീതിയിൽ എനിക്ക് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ച് ഞാൻ ആ ഒരു ലെവലിലോട്ട് മാറ്റിയെടുത്തു. ഇപ്പം എനിക്ക് പ്രൊഡക്റ്റ് റിവ്യൂസ് ഒരുപാട് വരുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് റിവ്യൂസ് ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ
ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു സാധനം ഒരു ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞ് എന്നും അതിൽ തന്നെ ഞാൻ നടക്കണമെന്നില്ല. നമ്മുടെ ചാനലിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ചാനലിൽ ആദ്യം വരുത്താനായിട്ട് ശ്രമിക്കുക. അത് കോണ്ടന്റിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ എഡിറ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ലൈറ്റിംഗ് സെറ്റപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഒന്നാമതായിട്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമതായിട്ട് കണ്ടന്റ് സെലക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലരും മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട്. കണ്ടന്റ് സെലക്ഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ആ കണ്ടന്റ് കൊണ്ട് മാത്രം ആ വീഡിയോ സക്സസ് ആണോന്നില്ല. പക്ഷേങ്കിൽ കണ്ടന്റ് സെലക്ഷന് വേണ്ടി സമയം ചെലവഴിക്കുക. ആ സമയം ആ ഒരു കണ്ടന്റ് നമ്മൾ വെളിയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിന്റെ പ്രയോജനം നമുക്ക് ഉണ്ടാകും. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നു, ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നു. എന്റെ ഗ്രോത്ത് ഈ ചാനലിന്റെ എവിടെ വരെ പോകുമെന്നുള്ള കറക്റ്റ് ധാരണയുള്ള ഒരാളാണ്. കാരണം ഞാൻ കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മലയാളികളെ മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ യൂട്യൂബുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്ന ആളാണ്. എന്റെ ചാനൽ ഏകദേശം 4 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് തന്നെ ഞാൻ വലിയ കാര്യമായിട്ടാണ് വരുന്നത്. ഈ ചാനലിൽ 4 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ഇടുന്ന വീഡിയോകൾക്ക് ആവറേജ് 10K 10,000 എനിക്ക് വ്യൂ കിട്ടുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമായിട്ടാണ് വരുന്നത്. കാരണം എന്റെ ചാനലിന് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം അതിനപ്പുറത്തോട്ട് എന്റെ ചാനലിന് പോകത്തില്ലെന്ന് എനിക്കറിയാം. കാരണം കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ചാനലിൽ മറ്റുള്ള ആളുകൾ വന്ന് ഈ വീഡിയോ കണ്ടിട്ട് എന്തെടുക്കാനാണ്? അപ്പൊ ഇതിൽ എനിക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണുള്ളത്. മനസ്സിലായി? അപ്പൊ എന്റെ ചാനലിന്റെ കാര്യം നിങ്ങൾ മാറ്റി വരുത്തിയേക്കും. ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ നല്ല ടോപ്പിക് സെലക്ട് ചെയ്ത് വീഡിയോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പലരും എന്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യാറുണ്ട്, നിന്റെ വീഡിയോയ്ക്ക് വ്യൂ ഇല്ലെന്ന്. എന്റെ വീഡിയോയ്ക്ക് കിട്ടുന്ന ഏറ്റവും മാക്സിമം വ്യൂ ആണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. കാരണം ഇതിനപ്പുറത്തോട്ടൊരു വ്യൂ കിട്ടുക എന്ന് പറയുന്നത് അത് ഈ അടുത്ത സമയത്ത് എന്റെ ചാനലിൽ സാധ്യമല്ല. ഞാൻ എത്ര നല്ല കണ്ടന്റ് ഉണ്ടാക്കി. കാരണം ഞാൻ ടാർഗറ്റഡ് ഓഡിയൻസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് എന്റെ വീഡിയോയ്ക്ക് വ്യൂ ഇല്ല എന്ന് പറഞ്ഞ് വെറുതെ വന്നിട്ട് കമന്റ് ഇട്ട് നിങ്ങളുടെ സമയം കളയരുത്. കാരണം എനിക്കറിയാം എന്റെ വീഡിയോയ്ക്ക് എത്രയും വ്യൂ പോവും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കറക്റ്റായിട്ട് എനിക്ക് ധാരണയുള്ള ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ആ ഒരു കാര്യത്തിൽ വന്നിട്ട് കമന്റ് ചെയ്തിട്ട് മാനസികമായിട്ട് തകർക്കാവുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോ എടുത്തില്ലെന്നോ വല്ലതും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല. എന്റെ വീഡിയോയും എന്റെ ചാനലിനെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് ധാരണയുണ്ട്. എത്ര വ്യൂ കിട്ടും, എങ്ങനെ പോകും, എന്തായിരിക്കും എന്റെ ചാനലിന്റെ അവസ്ഥ എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു ടോപ്പിക് നിങ്ങൾ ആരെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്കുക. കാരണം ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ താഴെ വന്ന് ചില ടീമുകൾ കമന്റ് ചെയ്യുന്നുണ്ട്, നിനക്ക് ഇത്ര വ്യൂ എല്ലാം ഉള്ളൂ, എന്നാൽ പിന്നെ ഈ പറഞ്ഞ ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് 1 ലക്ഷം 10 ലക്ഷം വ്യൂ ഉണ്ടാകത്തില്ല. എന്റെ ചാനലിൽ അത്രയും വ്യൂ കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് നല്ല ധാരണയുണ്ട് കേട്ടോ. ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിഡ് ഐക്യൂ അല്ലെങ്കിൽ ട്യൂബഡി പോലെയുള്ള എക്സ്റ്റൻഷനുകളുണ്ട്. നമുക്ക് ടോപ്പിക് സെലക്ഷനും അതേപോലെ ഗൂഗിളിന്റെ ട്രെൻഡിങ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഏറ്റവും നല്ല ടോപ്പിക്, അതായത് ക്ലിക്ക് ആകാൻ സാധ്യതയുള്ള, വൈറലാകാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ നമ്മുടെ ചാനലിന് വേണ്ടിയുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ചാനലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചാനലുകൾ യൂട്യൂബിൽ ഒരുപാട് കാണും. അവരുടെയൊക്കെ ചാനൽ കയറി തപ്പി നോക്കുക. അവർ ഈ റീസെന്റ് ആയിട്ട് 2-3 മാസത്തിനുള്ളിൽ ഇട്ട് വൈറലാക്കിയ കണ്ടന്റ് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് അവർ ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് ആ കണ്ടന്റ് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീച്ച് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ വൈറലാവും. കാരണം ഞാനത് ട്രൈ ചെയ്ത് 100% സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വേണേൽ അടുത്തൊരു വീഡിയോയിൽ അതിന്റെ പ്രൂഫ് സഹിതം നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് ട്രൈ ചെയ്ത് ഉറപ്പായിട്ട് വൈറലാവുന്ന 100% ഞാൻ ഉറപ്പിച്ചിട്ട് വീഡിയോ ഇട്ട് വൈറലാക്കിയ വീഡിയോകളുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഇന്നത്തെ വീഡിയോയിൽ അത് ആഡ് ചെയ്യാനായിട്ട് ഞാൻ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് ഞാനത് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചാനൽ റിലേറ്റഡ് ആയിട്ട് വൈറലാകാൻ സാധ്യതയുള്ള കണ്ടന്റുകൾ എടുക്കുക. അതേപോലെ തന്നെ എവർഗ്രീൻ കണ്ടന്റുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. എവർഗ്രീൻ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിഞ്ഞാലും ആ വീഡിയോ അവിടെ കിടന്ന് വ്യൂ വരണം. മനസ്സിലായോ? അങ്ങനെയുള്ള കണ്ടന്റുകൾ സെലക്ട് ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വൈറൽ കണ്ടന്റിനോടൊപ്പം എവർഗ്രീൻ കണ്ടന്റും സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തംബ്നെയിൽസ്. അതായത് നമ്മളൊരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് എന്തിനാണ്, എങ്ങനെയാണ്, അതിന്റെ തംബ്നെയിൽ കണ്ടിട്ടാണ്. ആ തംബ്നെയിലാണ് നമ്മുടെ വീഡിയോയിലേക്കുള്ള ഡോർ എന്ന് പറയുന്ന സാധനം. ആ ഡോർ തുറന്ന ഒരാൾ അകത്ത് വന്നെങ്കിലേ നമ്മൾ എന്താണ് അകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഈ ഡോറ് കറക്റ്റ് അല്ല, ഈ തംബ്നെയിൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആരും അത് നോക്കത്തുമില്ല, തുറക്കത്തുമില്ല, ഒന്നുമില്ല. മനസ്സിലായി? അവിടെ കിടക്കത്തേ ഉള്ളൂ. ആ ഇംപ്രഷൻസ് യൂട്യൂബ് മാക്സിമം കൊടുക്കും. പക്ഷേ ഇത് കണ്ടിട്ട് ആളുകൾ അത് തുറന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ. അതായത് ആ വീഡിയോ വെറുതെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള തംബ്നെയിൽസ് ഉണ്ടാക്കുക. ഒരു കണ്ടന്റ് സെലക്ഷന് വേണ്ടി എടുക്കുന്ന സമയത്തേക്ക് കൂടുതൽ സമയം എടുത്തുകൊണ്ട് നിങ്ങൾ തംബ്നെയിൽസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിൽ മാത്രമേ നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ പോലും ആളുകൾ കാണത്തുള്ളൂ. ഒരുപാട് വീഡിയോകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല കണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്യും, പക്ഷേ അവരുടെ തംബ്നെയിൽ വളരെ മോശമായിരിക്കും. കാരണം ആളുകൾ അവരുടെ വീഡിയോയിലേക്ക് വരത്തില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ആലോചിച്ച് ചിന്തിച്ച് തംബ്നെയിൽസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾ എടുക്കുന്ന എഫോർട്ടിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. പലരും 10 വർഷം മുമ്പ് ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അത് ഗൂഗിളിൽ എവിടെയും ഇതിനെക്കുറിച്ചൊന്നും എങ്ങും ഒരു ഡീറ്റെയിൽസ് വന്ന് കിട്ടാത്ത സമയത്താണ് നമ്മൾ യൂട്യൂബ് തുടങ്ങി. ആ സമയത്ത് ഞാൻ തംബ്നെയിൽസ് ഉണ്ടാക്കാൻ ആപ്ലിക്കേഷൻസ് പോലും ഇത്രയൊന്നും അവൈലബിൾ അല്ല. ആ സമയത്ത് ഞാൻ ഉണ്ടാക്കിയ തംബ്നെയിലിനേക്കാളും മോശം തംബ്നെയിൽ ഉണ്ടാക്കി ഈ സമയം 2025 വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നിട്ട് എനിക്ക് വ്യൂ കിട്ടുന്നില്ല എന്നവർ പറയും. നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ എന്റെ ചാനലിൽ
കമന്റ് ചെയ്യുന്ന പല ചാനലുകളും ഞാൻ ഓപ്പൺ ആക്കി നോക്കാറുണ്ട്. ചില ചാനലുകളൊക്കെ നല്ലതാണ്, നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നവരാണ്. ചില ചാനലുകൾ വളരെ മോശമായിട്ട് കണ്ടന്റുകൾ ഇടുന്നു എന്ന് മാത്രം. പക്ഷേ അവരാരും എഫോർട്ട് എടുക്കുന്നില്ല, അവരതിനു വേണ്ടി വർക്ക് ചെയ്യുന്നില്ല, അവരതിനു വേണ്ടി സ്റ്റഡി ചെയ്യുന്നില്ല, ഒന്നുമില്ല. അവർക്ക് വ്യൂവും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറെ പൈസയും അല്ലെങ്കിൽ കുറെ ഫെയിമും വേണം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മളൊരു ടോപ്പിക് ഒക്കെ സെലക്ട് ചെയ്തു, അത് നല്ല തമ്പനെയിൽസ് ഒക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി വീഡിയോയിലേക്ക് ആൾ വരികയും ചെയ്തു. പക്ഷെങ്കിൽ ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലല്ല ആ ടോപ്പിക്കിനെ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ആ വീഡിയോ മാക്സിമം അവരെ കൊണ്ട് വാച്ച് ചെയ്യിപ്പിക്കണം. നമ്മൾ നല്ലൊരു കണ്ടന്റ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കി, പക്ഷെങ്കിൽ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ആൾ വരും, അവർ അതേപോലെ ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. മാക്സിമം ഓഡിയൻസ് റിട്ടൻഷൻ നമ്മളുടെ ലോങ് വീഡിയോസിൽ നിലനിർത്താൻ സാധിച്ചെങ്കിലേ നമുക്ക് ആ വീഡിയോ മുമ്പോട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് തരത്തുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര നല്ല കണ്ടന്റ് എടുത്താലും അതിനെ പ്രസന്റ് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം നല്ല രീതിയിൽ ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ആലോചിക്കുക ഏത് ടൈപ്പാണ് വീഡിയോ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ പ്രസന്റ് ചെയ്ത ആളുകൾ അവിടെ ഇരിക്കും, ആ വീഡിയോ കാണും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം വീഡിയോകൾ ചെയ്യുക. നിങ്ങളുടെ ടോപ്പിക് എത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ പ്രസന്റേഷൻ പോയി കഴിഞ്ഞാൽ മൊത്തം പോയി. അതിനോടൊപ്പം തന്നെ അടുത്ത കാര്യമാണ് സൗണ്ട് ക്വാളിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വീഡിയോസ് ഒക്കെ വളരെ കഷ്ടപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്നു, പക്ഷേ നിങ്ങളുടെ വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റി കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെയും പാളി. ഇപ്പം വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മൈക്കുകൾ കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം 2-3 മൈക്കുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലോ ഇൻഡ് സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. 10,000-11,000 രൂപയ്ക്കൊക്കെ നല്ല മൈക്ക് കിട്ടും. ഈ ഞാൻ ഉപയോഗിക്കുന്ന ഈ മൈക്ക് ഹോളിനായിട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൽ ആർക്കം 2 എന്ന് പറയുന്ന മൈക്കാണ്. നല്ല മൈക്കാണ്, വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സൗണ്ട് റെക്കോർഡിംഗ് അതിലൂടെ സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാണ്, ഈ നമ്മൾ എത്ര ക്വാണ്ടിറ്റി അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇടുന്ന വീഡിയോയുടെ ക്വാളിറ്റിയാണ് ഇമ്പോർട്ടന്റ്. ആ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് സെലക്ഷൻ വരും, ഓഡിയോ ക്വാളിറ്റി വരും, വീഡിയോ ക്വാളിറ്റി വരും, അതേപോലെ തന്നെ ഓഡിയൻസ് റിട്ടൻഷൻ, അതായത് പ്രസന്റേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം ഈ ഒരു കാര്യത്തിൽ വരും, നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നതിൽ. അപ്പം നമ്മൾ ക്വാണ്ടിറ്റിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ദിവസം 5-10 വീഡിയോ ഇടണം. ആ ഒരു ക്വാണ്ടിറ്റി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാക്സിമം കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ടെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ന്യൂസ് ചാനലുകളൊക്കെ എടുക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ദിവസം 10-15 വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്യും. അവർക്ക് ചിലപ്പം 10,000-20,000 ഒക്കെ ആയിരിക്കും വ്യൂ കിട്ടുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ മറ്റൊരു യൂട്യൂബർ കുറച്ച് എഫോർട്ട് എടുത്ത് ഒരു ആഴ്ചയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ നല്ല എഫോർട്ട് എടുത്തിട്ടാണ് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ 10 മില്യൺ വ്യൂ ആയിരിക്കും ഒറ്റ വീഡിയോയിൽ നിന്ന് കിട്ടുന്നത്. ഈ ന്യൂസ് ചാനലുകളിൽ ഡെയിലി 10-30 വീഡിയോ അപ്ലോഡ് ചെയ്ത് എല്ലാം കൂടി ഒരാഴ്ചത്തെ വീഡിയോയുടെ കൗണ്ട് എടുത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 ലക്ഷം വ്യൂ കാണത്തുള്ളൂ. പക്ഷേ എഫോർട്ട് എടുത്ത് നല്ല ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ചിലപ്പോൾ ഒറ്റ വീഡിയോയിൽ നിന്ന് 1 കോടി വ്യൂ വരെ കിട്ടാനുള്ള സാധ്യത. അങ്ങനെ കിട്ടുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ആ ചാനലിന്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ പ്രശ്നം പറ്റുന്നത് ന്യൂസ് ചാനലുകൾ അവരവരുടെ വലിയ ക്വാളിറ്റി ഒന്നും നോക്കുന്നില്ല. അവർ ന്യൂസ് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ എപ്പോഴും കണ്ടന്റുകൾ ഇങ്ങനെ കുറേ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോജനം ഇല്ലാത്ത അവസ്ഥയിൽ എത്തിപ്പോകും. നമ്മൾ എപ്പോഴും നമ്മുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി, നമ്മുടെ കണ്ടന്റിന്റെ സ്റ്റാൻഡേർഡ്, നമ്മുടെ ചാനലിന് ഒരു ബ്രാൻഡിങ്, ഈ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകാനായിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വാരി കൂട്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യണം. നമ്മളിടുന്ന കണ്ടന്റുകളിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ നല്ല സാധ്യതകളുണ്ട് നമ്മുടെ ചാനലുകൾ റീച്ചിലേക്ക് പോകാനും വൈറലാകാനും ഒക്കെ. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയി. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണും എന്ന് കരുതുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കൊടുത്തു നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.